സൗത്ത് ഇന്ത്യയിലെ സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വള്ളി നായകം ഉലകനാഥൻ ചിദംബരം പിള്ള എന്ന വി.ഒ. ചിദംബരം പിള്ള. അഭിഭാഷകനായും വ്യവസായിയായും അറിയപ്പെട്ടിരുന്ന അദ്ദേഹം 1905 ബംഗാൾ വിഭജനത്തോടു കൂടിയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. സ്വദേശി മൂവ്മെന്റിൽ ആകൃഷ്ടനായ അദ്ദേഹം 1906 ബ്രിട്ടീഷ് സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ കുത്തകയ്ക്കെതിരായി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിക്കുകയും തൂത്തുക്കുടിയിൽ നിന്ന് കൊളംബോയിലേക്ക് ഇന്ത്യയുടെ തദ്ദേശമായ ഷിപ്പിംഗ് സർവീസ് ആരംഭിക്കുകയും ചെയ്തു. 1908 തൂത്തുക്കുടിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം കോറൽ കമ്പനിയിലെ തൊഴിലാളി ചൂഷണത്തിനെതിരായ സമരമായി പരിണമിക്കുകയും 9 ദിവസത്തെ സമരത്തിനൊടുവിൽ വേതന വർധനവുണ്ടാവുകയും ജോലി സമയത്തിൽ ഇളവ് കൊടുക്കുകയും ഞായറാഴ്ചകൾ അവധി പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. ഇത് ബാക്കി ബ്രിട്ടീഷ് കമ്പനികളിലും പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഈ ഒരു പ്രവൃത്തി ശ്രീ അരവിന്ദ് ഘോഷ് അദ്ദേഹത്തിന്റെ പത്രമായ വന്ദേമാതരത്തിലൂടെ വി.ഒ. ചിദംബരം പിള്ളയെ അഭിനന്ദിക്കുകയും ഉണ്ടായി. 1908 തന്നെ ബിപിൻ ചന്ദ്രപാലിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ആഘോഷത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ ആകർഷിക്കുകയും അദ്ദേഹത്തിന് അനുരഞ്ജനത്തിന് വിളിക്കുകയും വഴങ്ങാത്തത് കൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയും ഉണ്ടായി. അദ്ദേഹത്തെ ജയിലിൽ അടച്ചതിന്റെ സൂചകമായി വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും ഒരു ജനകീയ പണിമുടക്ക് തന്നെ നടക്കുകയും ചെയ്തു. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പണിമുടക്കായി നമ്മൾ കരുതപ്പെടുന്നത്.